2 ദിവസം മുമ്പായിരുന്നു രേണു സുധി ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് തനിക്ക് ക്യാൻസറാണ് എന്നുള്ളൊരു കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ താൻ എങ്ങനെയാണ് ഫാമിലിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ആരുടെ അടുത്താണ് ആദ്യമേ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമേ താൻ തൻ്റെ കൂടെ മാനേജറായിട്ടുള്ള ആ ഒരു കുട്ടിയെടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കരിഷ്മ എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. ആ കുട്ടിയാണ് തൻ്റെ സഹോദരിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ അടുത്ത് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് പേടിക്കുമല്ലോ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ സഹോദരിയാണ് എന്നെ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ മെയിനായിട്ട് തനിക്കൊരു വിഷമമുള്ളത്, തന്നെ കിച്ചു ഇതൊന്നും അറിഞ്ഞിട്ടും ഇതേ കണക്കൊരു ന്യൂസൊക്കെ വന്ന സമയത്ത് പോലും തന്നെ ഒന്ന് വിളിച്ചിട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം രേണു ഇത് പറഞ്ഞതിന് ശേഷം കിച്ചു ഈ ഒരു രേണുവിൻ്റെ ഇഷ്യൂവിനെക്കുറിച്ച് വീഡിയോയിലൊന്നും വന്ന് പറയുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല. കുറേയധികം പേര് കിച്ചു ഇടുന്ന വീഡിയോസിന് താഴെ വന്നിട്ട് അമ്മയെ പോയി കാണണം എന്നുള്ള രീതിയിലൊക്കെ കമൻസ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു അതിനൊന്നും മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. കുറേയധികം പേര് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടും കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു.